എന്ത് പണിയാ അവനീ കാണിച്ചത്? ഇതിന് മാത്രം എന്ത് പ്രശ്നം അവര് തമ്മില്? എനിക്കറിയില്ല. നമ്മള് വന്ന് കയറിയിട്ട് ഇത്രയും നേരമായില്ലേ? അവര് തമ്മിലൊരു പിണക്കമുള്ളതായിട്ട് തനിക്ക് തോന്നിയോ? കൂടുതലൊന്നും ചോദിക്കാൻ അവൻ ഇട തന്നില്ല. ഫ്ലൈറ്റിന് സമയമെന്നും പറഞ്ഞിട്ട് പെട്ടിയെടുത്ത് ഇറങ്ങില്ലായിരുന്നു. പോകാൻ സമ്മതിക്കരുതായിരുന്നു, പിടിച്ചു നിർത്തണമായിരുന്നു. ഇതിപ്പോ ഇവിടെയുള്ള എല്ലാവരുടെയും തലയിൽ തീ കോരിയിട്ടിട്ട് അവനങ്ങ് പോകുമായിരുന്നില്ലേ? മോളിങ്ങിട്ട് വന്നേ, ഇവിടെ ഇരിക്കേ. ബാ. അമ്മ എവിടെ? അമ്മ മുറിയിലുണ്ട്. പോകുന്നതിന് മുമ്പ് മോൾ അച്ഛനോട് എന്തെങ്കിലും ചോദിച്ചോ? എന്താ ചോദിക്കാതിരുന്നേ? എനിക്ക് അറിഞ്ഞൂടാ അപ്പൂപ്പ. അച്ഛനും അമ്മയും തമ്മില് പിണങ്ങാറുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും വഴക്കോ മറ്റോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛനും അമ്മയും കിടക്കണില്ലേ? മോളെ, എന്നാലും അവൻ എങ്ങനെ? എല്ലാരും കൂടെ അതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുകയാണോ? വിഷമിക്കാതെ പിന്നെ. എന്റെ അമ്മേ, അനാമികയും രഞ്ജിത്തിനെയും വിളിച്ചൊരു പാർട്ടി കൊടുക്കുമ്പോ സാരംഗിന്റെ കയ്യിലൊരു സർപ്രൈസ് ഉണ്ടാവും. അത് മിക്കവാറും ഒരു പ്രോജക്റ്റ് ആയിരിക്കും. ഇത്തവണ അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഞെട്ടിക്കാന്ന് വിചാരിച്ചു കാണും. നമ്മളൊക്കെ ഞെട്ടിയില്ലേ? മോൾ എന്താ ഈ പറയണേ? തമാശ പറയാനുള്ള വിഷയമാണിത്. എനിക്ക് വിശ്വാസം വരുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാച്ചാ? ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. ഞാനും സാരംഗും കുട്ടികളും ജീവിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടെയാ. എന്റെ ജോലിയെക്കുറിച്ചോ അവിടെ എനിക്കുള്ള സ്ഥാനത്തിനെ കുറിച്ചും സാരംഗിന് അഭിമാനമാണ്. എനിക്ക് തിരിച്ചു അത്. ഒരു വാക്കുകൊണ്ട് പിണങ്ങിയിട്ടില്ല, ഒരു നോട്ടം കൊണ്ട് പിണങ്ങിയിട്ടില്ല. അപ്പൊ പിന്നെ തമാശയല്ലേ? വെറും തമാശ. യാമി, മോളെ, അമ്മ നോക്കിക്കോ. അവിടെ ചെന്ന് ചെക്കിൻ ചെയ്ത ഉടനെ ഒരു വിളിയുണ്ട്, എന്നിട്ടൊരു പൊട്ടിച്ചിരിയും. അത്തരം കുറച്ച് കുറുമ്പുകളൊക്കെ കൂടുതലാ അമ്മയുടെ മോന്. സത്യം. അല്ലാതെ പെട്ടെന്ന് കേട്ടപ്പോ ഞാനും ഒന്ന് ഷോക്കായി. പിന്നീട് മനസ്സിലായി, കുസൃതിയാന്ന്. ഏറ്റവും വലിയ കുസൃതി. മോൻ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ലമ്മേ, ഞാൻ പേടിച്ചുപോയി. എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല. എന്തിനാ അത്? അച്ഛൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അച്ഛനും അമ്മയെ വേണ്ടേ? അച്ഛനും ഞങ്ങളെ വേണ്ടേ? എന്താ അമ്മേ? ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? അച്ഛനൊരു തമാശ പറഞ്ഞതല്ലേ, എല്ലാരെയും വെറുതെ ഒന്ന് പറ്റിക്കാൻ. അല്ല, തമാശയല്ല. അച്ഛന് നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അച്ഛൻ നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ടല്ലേ. അച്ഛന് അമ്മയെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? വെറുതെടാ. പിന്നെ അച്ഛൻ വരുമ്പോ ഇതിനൊക്കെ നമുക്ക് പകരം ചോദിക്കണം. ഇതിലും വലിയൊരു കഥ പറഞ്ഞ് അച്ഛനെ ഞെട്ടിക്കണം. ഒന്നുമില്ലടാ. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒന്നും പിരിയാൻ പറ്റില്ല ഒരിക്കലും. പേടിക്കണ്ടാട്ടോ. മോന്റെ അടുത്ത് അമ്മയിരിക്കാം. ശരിക്കും അങ്ങനെയല്ലേ അമ്മേ? നീ ഇങ്ങനൊരു പൊടിക്കുട്ടിയായി പോയല്ലോ.
ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ഞെട്ടൽ ഞെട്ടിയിട്ടില്ല. തമാശയാണെങ്കിലും സാറിങ്ങനെ എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു? തമാശയാണെന്ന് തന്നോട് ആരാ പറഞ്ഞേ? പിന്നെ തമാശയല്ലാതെ സീരിയസ് ആണോ? അതിന് അവർ തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ഒരു പൊരുത്തക്കേടും ഞാനിതുവരെ കണ്ടിട്ടില്ല. പുറമേ ചിരിച്ചും കളിച്ചും നടക്കുന്ന പല കുടുംബങ്ങളിലും അകത്ത് അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ട്. അക്കൂട്ടത്തിലെ സാരംഗിനെയും മൈഥിലിയെ ഞാൻ പെടുത്തില്ല. ഇത് വെറുതെയാന്നേ. സാരംഗ് ഇതിന് തൊട്ടു മുമ്പ് വരെ ഒരു പാർട്ടി വെക്കുന്നെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പാർട്ടിയിൽ അയാൾ അനൗൺസ് ചെയ്ത ഒരു കാര്യവും ഇതുവരെയും പാഴായിട്ടുമില്ല. ഇങ്ങനൊരു തമാശ പറയാൻ വേണ്ടി നമ്മളെയൊക്കെ വിളിച്ച് ഒരു പാർട്ടി വെക്കാൻ. കം ഓൺ മാൻ, ഐ കാന്റ് ബിലീവ് ദിസ്. എന്ന് പറഞ്ഞാ ശരിക്കും അവര് പിരിയാൻ പോവുകയാണെന്ന് രഞ്ജിത്ത് വിശ്വസിക്കാണോ? എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അതെന്താന്നറിയോ? സാരംഗിനോട് ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന കുശുമ്പിന്റെയാ. നമുക്കിഷ്ടമില്ലാത്ത ഓരത്തിന്റെ തലയില് തേങ്ങ വീണുന്ന് കേട്ടാലും പൊട്ടിച്ചിരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, ഇതാ. പറഞ്ഞ് പാർട്ടി സംഘടിപ്പിച്ചതും ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞതും ഞാനാണെന്ന് പറയോ താൻ? അതെന്തായാലും സാരംഗ് ക്ലിയർ ചെയ്യട്ടെ. നമുക്കെന്താ അതിൽ കാര്യം? പൂർണ്ണമായിട്ട് നിസാരമായിട്ട് നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. അതെന്താ? ഒന്നുമില്ല, നമ്മുടെ ഏറ്റവും അടുത്ത ഫാമിലി അല്ലേ. ഒരു ചടങ്ങിനായിട്ടെങ്കിലും ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, അവിടുത്തെ സന്തോഷം ഇവിടത്തെയും സന്തോഷമാണെന്ന്. അതുപോലെ അവിടുത്തെ സങ്കടവും ഇവിടത്തെ സങ്കടവുമാണെന്ന്. എനിവേ, സാരംഗ് പറയട്ടെ, എല്ലാം അയാളുടെ കയ്യിലല്ല തലയില്. അത്രയ്ക്ക് കൂർമ്മ ബുദ്ധിയല്ലേ. അരുണേ, ഇതുകൂടെ ഒന്ന് അങ്ങോട്ട് വെച്ചോ. നിനക്ക് ലീവ് കിട്ടുന്നത് കാത്തിരുന്നു. എൻ്റെ നാട്ടിൽ പോക്ക് മുടങ്ങിയിട്ട് മാസങ്ങളായി. എനിക്ക് 1-2 സാധനങ്ങളൂടെ എടുക്കാനുണ്ട്, അത് എടുത്തിട്ട് വരാം. പോയി എടുത്തിട്ടോ. താനെന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? 2-3 ദിവസത്തേക്ക് പോവല്ലേ, എനിക്കത് കാണണം തോന്നി, നേരെ ഇങ്ങ് പോന്നു. എടോ, ഫാദർ കണ്ട കുഴപ്പമാവും. താൻ പോയേ. ഇതൊക്കെ എന്റെ അവകാശമല്ലേ? എന്തവകാശം? ഒരു യാത്ര അയക്കലും കൈവീശലൊക്കെ. പിന്നെ എടോ, ഫാദർ ഇപ്പൊ വരും. ഫാദർ ഡാ, നീ സ്വെറ്റർ എടുത്തിട്ടുണ്ടോ? അവിടെ നല്ല തണുപ്പാ. അവിടുത്തെ തണുപ്പ് നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. അരുണേ, ഇതുകൂടെ അങ്ങ് വെച്ചോ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് ഫാദർ. ഇത് ഡോക്ടർ സ്നേഹ. ഹോസ്പിറ്റലിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഓ, എന്തുവാടാ? ഒന്നുമില്ല ഫാദർ, ഒന്നുമില്ല ഫാദർ. അത് വെച്ചോളൂ, വെച്ചോളൂ. സ്നേഹ ഡോക്ടറാണ്. സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, എനിക്കങ്ങനെ തോന്നി. പിന്നെ നമുക്കിനി വൈകണ്ട. ശരി മോളെ. ലോഹയിട്ട അങ്ങേർക്കേ തന്നെക്കാള് സെൻസ് ഉണ്ട്. അങ്ങേരാ? ഫാദറിനെ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്? പിന്നെ ഓരോ അരമണിക്കൂറിൽ ഞാൻ വിളിക്കും. ഫോൺ എടുക്കണേ. ഡ്രൈവ് ചെയ്യുമ്പോഴോ? വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് എടുത്താൽ മതി. എടുത്തില്ലെങ്കിൽ ശരിയാക്കി കളയും. ശരി, ഞാൻ പോട്ടെ. കുഞ്ഞേ, പോവാം. അമ്മ എവിടെ സുമേച്ചി? മുറിയിലില്ലല്ലോ. വെളുപ്പിനെ ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വന്നു. അമ്മ അങ്ങോട്ട് പോയിരിക്കുക. മോന് ചായ വേണോ? വേണ്ട.
മോനെന്താ ഇവിടെ വന്നിരിക്കുന്നത്? അമ്മയെ നോക്കിയിരിക്കുകയാണല്ലേ? ഉറങ്ങിയില്ലേ ഇന്നലെ? കണ്ണും മുഖമൊക്കെ വീർത്തിരിക്കുന്നല്ലോ. ഉറങ്ങി. അച്ഛനൊപ്പിച്ച തമാശ കാരണം മക്കള് വല്ലാതെ വിഷമിച്ചു അല്ലേ? മോൻ എന്തിനാ വിഷമിക്കുന്നേ? ആ, അമ്മ വന്നല്ലോ. അമ്മേ, എന്തു പറ്റി മോനെ? പോകാനിറങ്ങുമ്പോ മോൻ നല്ല ഉറക്കമായിരുന്നു. അതല്ലേ അമ്മ വിളിക്കാതിരുന്നേ. സാരംഗ് വിളിച്ചോ? ഇല്ല അച്ഛാ, ബിസിനസ് മീറ്റിന്റെ കാര്യമല്ലേ, ചിലപ്പൊക്കെ അങ്ങനെയാണ്. എല്ലാം ഒന്ന് ഒതുക്കിയിട്ടാവും വിളി. അവനൊന്ന് വിളിച്ചിരുന്നെങ്കി. വിളിച്ചോളും. അമ്മ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ മോനെ. മോർണിംഗ് വാ. മാഡം, കോഫി. ആ, ഞാൻ കുടിച്ചോളാം. ഫുഡൊക്കെ ആയോ സുമ? ആയി. ഇത് മോന് നല്ല സങ്കടമുണ്ട് മാഡം. ഞാനിപ്പോ വരാം. എപ്പോഴാ വരുന്നത്? എല്ലാവരും നല്ല ഷോക്കായിട്ടുണ്ട്. ഞാനോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഞാൻ അച്ഛനും ഒന്നിനും കമ്പയർ ചെയ്യാറില്ല. പിന്നെന്താ? ഐ തിങ്ക് യു ആർ എ പെർഫെക്റ്റ് ഡാഡ്. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. അച്ഛനാണോ വിളിച്ചത്? അതെ. അച്ഛനെന്താ പറഞ്ഞത്? സാധാരണ പറയാറുള്ളതൊക്കെ തന്നെ. അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെയും കാര്യം ചോദിച്ചു. പിന്നെ പിന്നെ ഒന്നുമില്ല. നീ ഒന്നും ചോദിച്ചില്ലേ? എനിക്ക് കുറച്ച് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഇന്നലത്തെ കാര്യം എന്തെങ്കിലും? അമ്മ, ആ കൊച്ചിനെ കണ്ടപ്പോൾ നിനക്കെന്താ പനിയും വിറയലും വന്നു? ഇല്ല, എന്തേ? പിന്നെന്തിനാ നീ ജാക്കറ്റൊക്കെ വലിച്ചു കയറ്റിയത്? അല്ല, അവിടെ ചെല്ലുമ്പോൾ തണുപ്പല്ലേ, അതുകൊണ്ട് ഇപ്പോഴൊരു മുൻകരുതല്. ഓ, ഇപ്പോഴേ നീ പല കാര്യങ്ങൾക്കും മുൻകരുതൽ എടുത്തു തുടങ്ങി. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതെ, മൈഥിലി മാമിൻ്റെ വീട്ടിൽ എന്തോ ഒരു പാർട്ടി നടന്നായിരുന്നു. നിനക്കും പോണമായിരുന്നോ? ഏയ്, അത് അവരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. അവിടേക്കൊന്നും എനിക്ക് ക്ഷണം കിട്ടി തുടങ്ങിയിട്ടില്ല. അവരുടെ കുടുംബത്തോടുമ്പോൾ അതൊരു രസമാണ് ഫാദർ. എപ്പോഴും കളിയും ചിരിയും ബഹളവും, അതൊരു സ്വർഗം തന്നെയാണ്. മൈഥിലി നല്ലവളാടാ. അവള് അങ്ങനെ ഒരു കുടുംബജീവിതം അർഹിക്കുന്നുണ്ട്.
ഒരു ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ എൻ്റെ ഒരു സ്വപ്നം അതാ, ഒരു സ്വർഗതുല്യമായ ലൈഫ്. ഡോക്ടർ മൈഥിലിയുടെ വീടല്ലേ? അതെ. ഇവിടെ ഇല്ലേ? മാഡം പുറത്തു പോയിരിക്കുക. എപ്പോ വരും? അതറിയില്ല. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. അതെ, ഒരു ചായ കിട്ടുമോ? ആരാന്ന് പറഞ്ഞില്ല. ആരാന്ന് പറഞ്ഞാലേ ചായ തിളയ്ക്കൂ. എന്താ സുമേ? മാഡത്തിനെ തിരക്കി ആരോ വന്നിട്ടുണ്ട്. ഒരു പെണ്ണാ. ആരാന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു, പറഞ്ഞില്ല. എന്നോട് ചായ വേണോന്ന് പറഞ്ഞ് അകത്ത് കയറിയിരിക്കുക. അതാരാ? നീ എന്തായാലും ചായ എടുക്ക്. ആരാ? ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് കഥാപാത്രങ്ങളാണല്ലോ. മിസ്റ്റർ സാരംഗിന്റെ അച്ഛനമ്മയല്ലേ? അതെ. കുട്ടിയാരാ? ഈ കൃത്യവിലോപം എന്ന് കേട്ടിട്ടുണ്ടോ? കൃത്യവിലോപം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക. ഡോക്ടർ മൈഥിലിയെ അന്നൊന്ന് കാണിച്ചു. അനുഭവിക്കേണ്ടി വന്നത് എന്റെ കുടുംബം. മനസ്സിലായില്ല. ഇതിലെന്തെത്ര മനസ്സിലാക്കാൻ? ഹോസ്പിറ്റലില് ഡോക്ടർ മൈഥിലിയുടെ കയ്യിൽ നിന്ന് ഒരു പിഴവ് സംഭവിച്ചു. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. കുട്ടി എന്താ ഈ പറയണേ? ഇത്രയോളം ജോലിയിൽ ആത്മാർത്ഥതയുള്ള ഒരാളെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. കുട്ടിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചതായിരിക്കും. ഒരു തെറ്റിദ്ധാരണയില്ല. ഈ ഡോക്ടർമാരുടെ തനി സ്വഭാവം എനിക്കറിയാം. ആർത്തിയാ. അവര് പഠിച്ചത് ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയിട്ടാ. അത് തിരിച്ചു കിട്ടിയേ പറ്റൂന്നുള്ള ആർത്തി.